ഹലോ, വെൽക്കം ടു മൈ ചാനൽ. റിസിൻ കിച്ചൺ ആൻഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്നിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ഡേറ്റ്സ് കോക്കനട്ട് ബിസ്ക്കറ്റ് പുഡിംഗ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ പ്രത്യേകിച്ച് പെരുന്നാളിനൊക്കെ ഒരു പുഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് ഈത്തപ്പഴം, അതായത് കുരു കളഞ്ഞത് ക്രഷ് ചെയ്തിട്ടെടുക്കുക. പിന്നെ വേണ്ടതൊരു 15 ആരോറൂട്ട് ബിസ്ക്കറ്റ്, ഒരു 1/2 കപ്പ് ഷുഗർ, പിന്നെ 1 കപ്പ് ചിരകിയ തേങ്ങ, പിന്നെ 1/2 കപ്പ് അരച്ച തേങ്ങ, പിന്നെ വേണ്ടത് നമുക്കൊരു 500 ml മിൽക്ക്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ ജലാറ്റിൻ, 100 ഗ്രാം ബട്ടർ, 1 ടിന്ന് കണ്ടൻസ് മിൽക്ക്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നട്ട്സും ആൽമണ്ട്സും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാനൊരു ബൗളിലേക്ക് ഈ ഈത്തപ്പഴം, അതായത് ക്രഷ് ചെയ്ത ഈത്തപ്പഴം ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ബിസ്ക്കറ്റ് മുഴുവനായി പൊടിച്ച് ചേർക്കുക. ബിസ്ക്കറ്റ് നല്ല പൗഡർ പോലെ പൊടിയാതെ ചെറിയ ചെറിയ പീസായി ഇതിലേക്ക് പൊടിച്ച് ചേർക്കുക. കൈകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് പൊടിച്ച് ചേർക്കുക. അപ്പോൾ കാരണം ഇത് ഈ മിക്സ് ഒന്ന് റെഡിയായി വന്നത് കടിക്കുന്ന ഒരു പാകത്തിലാണ്, അതായത് മെൽറ്റായി വരാതെ കടിക്കുന്നത് പോലെയാണ് ഈ പുഡിങ്ങിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നെക്സ്റ്റായി 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 കപ്പ് ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ബട്ടറും കൂടെ ചേർത്ത് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇത് ഞാൻ മിക്സ് ചെയ്യുന്നത് സ്പൂണൊന്നും ഉപയോഗിച്ചിട്ടില്ല, കൈകൊണ്ട് തന്നെ. കാരണം ഇതിലേക്ക് ബട്ടറും പഞ്ചസാരയൊക്കെ നല്ലപോലെ ചേരണമെന്നുണ്ടെങ്കിൽ നമ്മളിത് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുക. പിന്നെ അതിനുശേഷം ഒരു സോസ് പാനിൽ നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ജലാറ്റിൻ, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് ചെറിയ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അടുത്തൊരു പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, 1/2 ലിറ്റർ ഈ പാല്, ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ചൂടായി വരുമ്പോൾ വീണ്ടും അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളക്കുമ്പോൾ ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. അതായത് പുഡിംഗ് ബൗളിൽ തന്നെ, ട്രേയിലേക്ക് തന്നെ ഇതൊന്ന് മാറ്റി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് മെൽറ്റ് ചെയ്ത ജലാറ്റിൻ ചേർത്ത് കൊടുക്കുക. കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ മിക്സ്, അതായത് ഈത്തപ്പഴം, ബിസ്ക്കറ്റ്, കോക്കനട്ടിൻ്റെ മിക്സ് ഇതൊന്നിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ ഇതൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഒരു 3-4 മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാൻ വെക്കുക. അപ്പോൾ സെറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആൽമണ്ട്സും നട്ട്സും ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ പുഡിങ് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നല്ല ടേസ്റ്റി ആയിട്ടും വളരെ ഈസിയായി നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.